ശുഭ്കരൺ സിംഗിനെ ഹരിയാന പോലീസ് കൊലപ്പെടുത്തിയതാണ് എന്ന് കർഷക സംഘടനകളും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന്റെ ഫലമാണ് കർഷകന്റെ കൊലപാതകമെന്ന്. എന്തായാലും ശംഭു അതിർത്തിയിൽ ഇന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യേണ്ട എന്നാണ് കർഷകർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും. കർഷകരെല്ലാം രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഒപ്പം തന്നെ ഇവിടെ അതിർത്തിയിലേക്ക് അധികം പോകാതെ ഇപ്പുറത്തേക്ക് തന്നെ നിൽക്കുന്നതിൻ്റെയും കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആംബുലൻസുകളുണ്ട്. പരിക്കേറ്റ ആളുകളെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു വേണ്ടിയുള്ള സംവിധാനമാണ്. കുറേയേറെ ആംബുലൻസുകളെല്ലാം കർഷകർ ഇവിടെ തയ്യാറാക്കി നിർത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലും കാണാൻ പറ്റിയിരുന്നു. നമുക്ക് ചില കർഷകരോട് കൂടി സംസാരിക്കാം. जो कल मोदी सरकार ने हमारे ऊपर तशद्दुद आया है, सीआरपीएफ के जवानों ने हमारे काफ़ी नौजवान जख्मी कर दिए। खनौरी बॉर्डर पे 8 से 10 ट्रैक्टर हमारे तोड़ दिए गए हैं और 2 जवानों की उधर जो किसान के बैठे थे उनकी डेथ भी हो चुकी है, 2 को मार दिया है। ഇന്ന് കർഷകരുടെ യോഗമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കർഷകരുടെ യോഗം ഇന്ന് നടക്കുന്നത്. ഡൽഹിയിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗവും നടക്കുന്നുണ്ട്. ഈ സമരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ സമരത്തിൽ ഒപ്പം ചേരണമോ എന്ന് സംയുക്ത കിസാൻ മോർച്ചയും തീരുമാനിക്കും. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷകരെല്ലാം ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്ന ഒരു നിലയിലല്ല, ഇന്നിവിടെ നിൽക്കുക എന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. രാവിലെ ചപ്പാത്തിയാണ്. എന്തായാലും കർഷകർ ഇന്ന് ഡൽഹി മാർച്ച് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ഇവിടെ സമാധാനപരമായി ഇരിക്കാനാണ് തീരുമാനം. അതേസമയം തന്നെ അതിശക്തമായ പ്രതിഷേധം ഇന്നലെ ഖനൗരിയിലുണ്ടായ സംഭവത്തിൽ 21-കാരനായ കർഷകൻ്റെ കൊലപാതകത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കർഷക നേതാക്കൾ പറയുന്നുണ്ട്. ഇന്ന് ഹരിയാനയിലെ എല്ലാ പ്രധാന പാതകളും 2 മണിക്കൂർ നേരം ഉപരോധിക്കുമെന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ ഈ പഞ്ചാബിലും വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.